കറക്റ്റ് ആണോ? നീ അത് മൊത്തം ചെയ്യ്, എന്നിട്ട് ഞാൻ പറയാം. ചേച്ചി, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. നീ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ ഞങ്ങള് കഷ്ടപ്പെടും. അതെങ്ങനെ? നീ വലുതേക്കാനും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പിന്നെ ഞങ്ങളായിരിക്കില്ലേ? അപ്പത്തേക്ക് ഞാൻ ജോലിക്ക് പോകത്തില്ലേ? മക്കളാദ്യം കണക്കെഴുതിക്ക്, എന്നിട്ട് ജോലിക്കാരിയൊക്കെ നമുക്ക് ആലോചിക്കാം. അടുത്തത് 8+7. ഇതാണ് എനിക്ക് ചേച്ചിയോടുള്ള ഇഷ്ടം. ഇങ്ങനെ കൂടി 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 വരണത്. ഇതാണ് എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നത്. ഏത്? പഠിപ്പിക്കുന്നോണ്ട്. പടിയടി പടി, 4 അക്ഷരം പടി. എന്റെ ചേച്ചി ഉള്ളോണ്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ നീ മുട്ടയിട്ടിരുന്നേനെ. അപ്പൊ ചേട്ടനെ കൊണ്ട് ഈ പരിപാടി ഒന്നും പറ്റില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചി ഏൽപ്പിച്ചത്. ചേച്ചി എന്ന് പറഞ്ഞ ആരാ? ഇത്രയും കഴിവുള്ള ഒരാളെ ഈ വീട്ടിൽ വേറെ കാണാൻ കിട്ടൂല. അതുകൊണ്ട് നിന്റെ ഭാഗ്യമാണ് നിനക്ക് ചേച്ചി എടുത്തോണ്ട് പഠിക്കാൻ പറ്റിയാന്നുള്ളത്. ചേച്ചിയുടെ കിഡ്നി എല്ലാം വേണമായിരിക്കും, കൊടുക്ക്. പാറോടെ, നീ നിർത്തിക്കോ, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, നീ ചെറിയ വായിൽ വലിയ വർത്താനം പറയണമെന്ന്. ഇപ്പൊ ആർക്കും അങ്ങനെ ഒരു പരാതി ഇല്ല, എല്ലാരും അംഗീകരിച്ചു. സാറ് പതപ്പിച്ചു കഴിഞ്ഞെങ്കിൽ കാര്യം പറ. എന്തേ കാണിക്കുന്നേ? ചേച്ചി തിരിച്ചു തരാൻ ചേച്ചി ഒരു 3 ദിവസം കഴിയുമ്പോ അത്യാവശ്യമായിട്ടാണ്. അയ്യോ, നിന്റെ തിരിച്ചു തരലൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ചേച്ചി, ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ തിരിച്ചെടുക്കും. പോയടക്ക ചേച്ചി, മെർലിൻ ചേച്ചിയെ കൊണ്ട് ടൂർ പോകാനായിരിക്കും. ഈ കൊച്ചിനെ ഞാൻ ഇത് ഊരി അടിക്കും കേട്ടാ. ഞാൻ നീ മിണ്ടി പോരുത്. വായി മുച്ചിനും മിണ്ടായിരുന്നോണോ? അല്ല ചേച്ചി, ചേച്ചി ഞാൻ ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോ ചേച്ചിക്ക് തിരിച്ചറിയാൻ ചേച്ചി പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇല്ലെന്ന്. ഓഹോ, അല്ലേലും അങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, നമുക്കാരും ഇല്ലല്ലോ. ചേട്ടാ, ഈ ലോകത്ത് എല്ലാരും ഒറ്റയ്ക്കാണ്ട. പണ്ഡിതന്റെ സംഭാവനയായിരിക്കും. ചേച്ചി പോട്ട്, ചേച്ചിയുടെ ഇല്ലെങ്കിൽ വേണ്ട, അളിയന്റെ കാണുമല്ലോ. ഉണ്ടാവും, എനിക്കറിയാം. അളിയന്റെ എന്താണ്? എന്തോ കാണുന്നോ പറയണേ? ഒന്നുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ ഞാൻ തരാം. സിദ്ധു കൊടുക്കാൻ പറ്റില്ല. അളിയാ, അപ്പൊ ലച്ചൂസിന് ആവശ്യമുള്ള എന്തോ ആണ്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല. അളിയതൊന്നുമല്ല, എനിക്ക് കുറച്ച് കാശ് വേണമെന്ന്. കാശാണ്? എത്രയാടാ? എത്ര ആണെങ്കിലും നീ കൊടുക്കൂല. അല്ല ലച്ചുവിന്. സിദ്ധു, അളിയാ, നിന്റെ പോക്കൊട്ടും ശരിയല്ല. കാശ് വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ തരത്തില്ല. നിനക്ക് വല്ല നാരങ്ങ മിഠായി വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് തരാം. ഈ കൊച്ചേ, നിനക്ക് പഠിച്ചേ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ജയിച്ചു പോയി വേറെ ആരെങ്കിലും അറിയാവുന്നിടത്ത് പോയിരുന്ന് പഠി. ചെല്ല്, ഇതേപോലുള്ള കിഴങ്ങിന്റെ അടുത്തൊക്കെ ഇരുന്ന് പഠിച്ചാൽ നീ ഇരുന്ന് മുട്ടയിടത്തേ ഉള്ളൂ. മുട്ട കണക്കിന്റെ ABCD അറിയാത്ത ആളാണ് ലോ ആയിരിക്കണം. ചേട്ടാ, മാത്സിലല്ലേ ABCD, ഇംഗ്ലീഷിലല്ലേ? കുറച്ച് കഴിയുമ്പോ മാത്സിന് പരിപാടി ABCD. അന്ന് നീ ഇക്ഷ എണ്ണ എപ്പോഴും വരയ്ക്കും. കുറച്ച് കഴിയട്ട് സൈൻറ്റീറ്റും കോസിറ്റും എല്ലാം വരുമ്പോ നിന്റെ സീറ്റ് നിൽക്കും. അവള് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ലച്ചു, അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുള്ളൂ. ശരിയാണ്, ഉണ്ടാവും. പക്ഷെ അവൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളും. ഇനിയിപ്പോ വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ പൈസക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പാറുവിന് വെക്കേഷൻ ആയിട്ട് വേണം നമുക്കൊരു ഫാമിലി ട്രിപ്പ് പോവാൻ. ആമാ, அப்படின்னா നമ്മൾക്ക് മധുരയ്ക്ക് പോലാമാ? അത് വേണ്ട, നമുക്കങ്ങ് വടക്കോട്ട് പോകാം, കാസർഗോഡ്, കണ്ണൂരൊക്കെ. എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം. മുത്തപ്പനാ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കടവുള അവര്? അത് തന്നെ. അമ്മോ, നമുക്ക് വടക്കോട്ടും തെക്കോട്ടും എല്ലാം പോയി ഉള്ള എല്ലാ അമ്പലത്തിലും കേറി ഇറങ്ങി അടിച്ച് പൊളിച്ചിട്ട് വരാം. എന്താ പറയണ? അമ്മൂമ്മ പ്ലാൻ ചെയ്താൽ മതി. നമ്മൾ നല്ല കല്ല് പോലെ കൂടെ വയ്ക്കും. കാരണം എന്താ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാറിയണത് ആർക്കാ? അമ്മൂമ്മക്ക്. അതിന് സംശയമൊന്നും ഇല്ലല്ലോ. ഇല്ല. അമ്മൂമ്മ പിന്നെ എന്താണ് പരിപാടി? എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. അമ്മൂ, പിന്നെ എനിക്ക്
എനിക്ക് ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അമ്മൂമ്മയെ കൊണ്ട് അത് സാധിച്ചു തരാൻ പറ്റൂ? എന്താവശ്യം? நான் சொல்லட்டா உனக்கு சிக்கன் சாப்பிடணும். അത് നമുക്ക് നാളെ മേടിക്കാം. ചിക്കന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് നാളെ മേടിക്കാം. അതല്ല അമ്മൂമ്മ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അമ്മൂമ്മ അതൊന്ന് തന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് തരാം. കുറച്ച് പൈസ എന്തിനാ ഇപ്പൊ നിനക്ക് പൈസയുടെ ആവശ്യം എന്തുവാ? ശരിക്കും അമ്മൂമ്മ, അത് എനിക്കല്ല പൈസയുടെ ആവശ്യം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അവൻ എന്തോ ഭയങ്കര വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ കാശില്ല. അപ്പൊ അമ്മൂമ്മ കുറച്ച് ഫണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് കൊടുത്തിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തരാം 3 ദിവസം. എടാ എന്റെ എവിടുന്ന കാശ്? എന്റെ കാശില്ല. അമ്മൂമ്മ ആലോചിച്ച് നോക്കും, അമ്മൂമ്മടെ കാണും. എടാ പടവലത്ത് നിന്ന് ആരും കാശ് തന്നില്ല, ഒന്നിന്റെ കാശ് കിട്ടിയിട്ടില്ല. എല്ലാരും കടം പറഞ്ഞേക്കുവാ. ഇനി ഞാൻ അവിടെ ചെന്ന് വേണം എല്ലാവരുടെയും കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് മേടിക്കാൻ. ആലോചിച്ച് നോക്കിയ ചിലപ്പം വല്ല നീക്കിയിരിപ്പുണ്ടെങ്കിലോ. ഇന്നലെ എന്റെ കാശില്ലാഞ്ഞിട്ട് ഞാൻ ലച്ചുണ്ടായിരുന്നു ഇച്ചിരി കാശ് മേടിച്ചേ. നീ അപ്ലോഡ് ചെയ്തു അവിടെ കാണും. ചേച്ചി ആദ്യം അങ്ങനാണെങ്കിൽ എന്റെ പ്ലാൻ ബി ഉണ്ട്. എന്തോന്ന് പ്ലാൻ ബി? ഇന്ന് മീറ്റിംഗ് ഇല്ലേ? എന്തോത്തിന്റെ മീറ്റിംഗ്? കുടുംബശ്രീയുടെ മീറ്റിംഗ്. കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, അത് വൈകിട്ടല്ലേ? അമ്മൂമ്മ കുടുംബശ്രീനെ ജസ്റ്റ് ഒരു 10,000 രൂപ ഇങ്ങെടുക്കുന്നു, എനിക്ക് തരുന്നു, ഞാനത് തിരിച്ചു തരുമ്പോ അമ്മൂമ്മ അടയ്ക്കുന്നു. 10,000 രൂപയോ? നീ ഒന്ന് പോയ വെച്ച 10,000 രൂപ എടുക്കാനൊന്നും പറ്റത്തില്ല. 10,000 രൂപ എടുത്ത് താമൂമ്മ. അതൊന്നും നടപടി ആവത്തില്ല. ഓ അങ്ങനെ കേട്ടാ, അതൊന്നും നടപടി ആവത്തില്ലെന്ന് എന്ന് വെച്ചാ അമ്മൂമ്മക്ക് കുടുംബശ്രീയില് വലിയ വിലയൊന്നും ഇല്ലെന്ന്. എന്നാര് പറഞ്ഞു? എനിക്കേ ഉള്ളു കുടുംബശ്രീ വില. ഞാൻ കഴിഞ്ഞേ ഉള്ളു അവിടെ എന്തും. ഓ പിന്നെ അത്രയും വിലയുള്ള ആൾക്ക് ഒരു 10,000 രൂപ എടുത്തു തരാനല്ലേ ഇത്ര പാട്? നിനക്ക് എടുത്തു തരാൻ പറ്റത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓ എനിക്ക് എടുത്തു തരാൻ പറ്റത്തില്ലെന്ന്? അത് തന്നെ ഞാൻ പറഞ്ഞത്, പ്രസിഡന്റിന്റെ കുടുംബശ്രീയിൽ ഒരു വിലയില്ലെന്ന്. എടാ സവിത അടുത്ത ആഴ്ച കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ള പൈസ നിനക്ക് എടുത്തു തന്നു കഴിഞ്ഞാലേ പിന്നെ സവിതയ്ക്ക് അടുത്ത ആഴ്ച എങ്ങനെ കൊടുക്കും? അടുത്ത ആഴ്ച അല്ലേ അമ്മൂമ്മ, അടുത്ത ആഴ്ച. എനിക്കിപ്പോ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച തന്നെ തിരിച്ചങ്ങ് തരാം. ഈ ആഴ്ച എന്ന് പറഞ്ഞാ 3 ദിവസം കഴിയുമ്പോ. ഓ അതൊന്നും ശരിയാവത്തില്ല. നീ സമയത്തിന് നേരത്തൊന്നുമില്ല. ഓഹോ, അമ്മൂമ്മക്ക് എന്നെ വിശ്വാസമില്ലേ? അമ്മൂമ്മയുടെ സ്വന്തം കൊച്ചുമോനാണ് ഞാൻ. എന്നെ വിശ്വാസമില്ല അമ്മൂമ്മക്ക്? എനിക്ക് നിന്നെ അത്ര അങ്ങോട്ട് വിശ്വാസമില്ല. എടാ തന്നെയല്ല, കുടുംബശ്രീ തുടങ്ങിയിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. അത്രയും പൈസയൊന്നും എടുക്കാൻ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച സവിതയ്ക്ക് കൊടുക്കാൻ മാത്രം എവിടുന്ന് പൈസ? അത് പിന്നെ എല്ലാരും കൂടെ ഒക്കെ അങ്ങ് മറിച്ചും തിരിച്ചൊക്കെ ഞാൻ കൊടുക്കുന്നാടാ. അതേപോലെ അങ്ങ് മറിച്ചിങ്ങട്. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചങ്ങ് തരാം. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് തരൂല്ല. എന്തൊരമ്മൂമ്മ, ഒരു പ്രസിഡന്റിന് ഇത്രയും പവറില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബശ്രീയൊക്കെ എന്തിനാണ് നടത്തുന്നത്? എന്റെ അമ്മൂമ്മക്ക് അത്ര ഇല്ലേ? പിന്നെ ബാ അമ്മൂമ്മ, നമുക്ക് പോയിട്ട് വരാം. നമുക്ക് പ്രസിഡന്റിന്റെ സ്ഥാനം വേണ്ട. ഒരു 10,000 രൂപ പ്രസിഡന്റ് തരാൻ പറ്റൂലെങ്കിൽ എന്നെ അങ്ങ് പിടിച്ചിടാൻ പറയാം. ബാ അമ്മൂമ്മ, ബാ. നിക്ക്, നീ അവിടെ നില്ലേ. പൈസ ഞാൻ ചോദിച്ചു നോക്കാം. നീ സമയത്തിന് തന്നില്ലെങ്കിൽ കൊടുക്കാൻ എൻ്റെ വേറെ പൈസ ഇല്ലേ? ഞാൻ സമയത്തിന് തരുമല്ലേ അമ്മൂമ്മ? പിന്നെ നീ തന്നില്ലെങ്കിൽ ഞാൻ ഇടപെടത്തില്ല. ഞാൻ നേരെ സവിതയോട് പറയും നിന്നോട് മേടിച്ചോളാൻ. സവിതയുടെ സ്വഭാവം അറിയാമല്ലോ. അതിന്റെ വായി പോയി പഴിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അറിയാലോ നേരത്തെ കാര്യമൊക്കെ. അതൊക്കെ നമുക്കറിയാം. പൈസ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തന്നാ പോരെ? പ്രശ്നം കഴിഞ്ഞല്ലോ. പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൊടുത്തോണം. അമ്മൂമ്മ പൈസ തരുമോ? ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷെ പിന്നൊരു കാര്യം, ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ സംഭവം അറിയരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒരൊറ്റ മനുഷ്യൻ പോലും അറിഞ്ഞു പോലും. നിന്നോടും കൂടെ പറഞ്ഞത്. நான் யார்கிட்டயும் சொல்ல மாட்டேம்மா. എന്താണ് എന്താണ് അനിയ, പൈസയൊക്കെ സെറ്റ് ആയാ? ഞാൻ പൈസ ഒന്നും ചോദിച്ചതല്ല. നമ്മുടെ അമ്മൂമ്മക്ക് അമ്മൂമ്മ ഹലോ പറഞ്ഞേ. ഹലോ. കണ്ട സൗണ്ട്, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം. അപ്പൊ അതിനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് 10 കാശ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മൂമ്മ ഒറ്റമൂലി ട്രൈ ചെയ്യണേ. അമ്മൂമ്മ അവന് വല്ല പൈസയും കൊടുക്കാതെ സമ്മതിച്ച? ഓ, ഞാൻ ഇന്നലെ നിന്റെ കയ്യിലല്ലേ കാശ് മേടിച്ചേ? എന്റെ അവിടെ മക്കളെ കൊടുക്കാൻ കാശ്? ശരിയാണല്ലോ. പക്ഷേ അവന്റെ മുഖത്ത് ഒരു ലോഡ് പുച്ഛം. അത് ചുമ്മാ എപ്പോഴും ഉള്ളതല്ലേ. അതന്നെ അമ്മൂമ്മേ,
ഓരോ കഥ പറഞ്ഞ അവൻ പൈസ ചോദിക്കും. ദയവ് ഇത് കൊടുക്കരുത്. എന്തെങ്കിലും ജോലി ചെയ്ത് അവൻ സ്വയം ഉണ്ടാക്കട്ടെ. എന്താണ്? ഒന്നുമില്ല. എന്തിനാണത് പോയിട്ട് കാണാനില്ലല്ലേ? എന്നെ കിട്ടി കണ്ണേ. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറേഞ്ച് ചെയ്യാൻ നോക്കട്ട്. ആടാ ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇതിപ്പോ നീ പറഞ്ഞ കേട്ടാത്തൊന്നും ഞാൻ നിന്റെ കടം മേടിച്ച് തിരിച്ചു തരാത്തോലാണല്ലോ. വെച്ചിട്ട് പോടാ. അമ്മ മോർന്നു. ആ അറിഞ്ഞോളൂ ചോദിക്കിട്ട്.